നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാലാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിനായി അശ്രാന്തം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് മേലാറ്റൂർ. ഒപ്പം വയോജനങ്ങൾക്കായും സ്ത്രീ സുരക്ഷയ്ക്കായും വിവിധ പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പമുള്ളത് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാലാണ്. നമസ്കാരം ശ്രീ മുഹമ്മദ് ഇക്ബാൽ. നമസ്കാരം. ഈ ഭരണകാലയളവിൽ നിരവധി പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ പഞ്ചായത്തിനായി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്? മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 970 ആളുകൾക്കാണ് നമ്മൾ വീട് നിർമ്മാണത്തിന് ധനസഹായം അനുവദിച്ചത്. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും സർക്കാരിന്റെ വിഹിതവും അതോടൊപ്പം തന്നെ ഹഡ്കോയിൽ നിന്ന് കിട്ടിയ ലോണും ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും, അർഹതപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്റെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. തീർച്ചയായും ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അർഹതപ്പെട്ട നിരവധി ആളുകൾക്ക് വീട് നൽകാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കൃഷിക്ക് അതിപ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത്. എന്താണ് പ്രധാനമായും അവിടുത്തെ കാർഷിക വിള, എങ്ങനെയൊക്കെയാണ് കാർഷിക മേഖലയെ പരിപോഷിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്? മേലാറ്റൂര് പഞ്ചായത്തില് ഏകദേശം കാർഷിക പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ്. റബ്ബർ, നാളികേരം, അതോടൊപ്പം തന്നെ ഹ്രസ്വകാല വിളകളായ വാഴകൃഷി, കപ്പ കൃഷി, അതോടൊപ്പം മറ്റു ചെറുകിട കൃഷികളും എല്ലാം നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. ഈ കൃഷികൾക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ നെൽകൃഷി വികസനത്തിനും പച്ചക്കറി വികസനത്തിനും അതുപോലെ തന്നെ അഗ്രോ ക്ലിനിക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് തെങ്ങ് കൃഷിക്ക് ആവശ്യമായ ജൈവവളങ്ങൾ, കവുങ്ങ് കൃഷിക്ക് ആവശ്യമായ കുമ്മായം, മറ്റു കൃഷികൾക്ക് ആവശ്യമായ സബ്സിഡികൾ എല്ലാം നൽകിക്കൊണ്ട് കൃഷിക്കാർക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയായ ഈ പഞ്ചായത്തിന്റെ സെൻട്രൽ കൂടി ഒഴുകി പോകുന്ന ഒരു വെള്ളിയാർ എന്ന മനോഹരമായ ഒരു പുഴ, അതിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് കൂടുതൽ ജലസേചന സൗകര്യത്തിന് വേണ്ടി പുതിയ ഒരു തടയണ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 കോടിയോളം രൂപ ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ വലിയ ഒരു പ്രദേശം മുഴുവൻ കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ജലസേചന പദ്ധതിക്ക് ആവശ്യമായ സഹായം ലഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ഈ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായി നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലെല്ലാം കണ്ടു, ചെണ്ടുമല്ലി കൃഷി അടക്കം തന്നെ നടപ്പിലാക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃഷികൾക്കെല്ലാം പഞ്ചായത്ത് മുന്നിട്ടിറങ്ങുന്നത്. ഞങ്ങളെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തില് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ 2 വർഷക്കാലങ്ങളിൽ ഓണത്തിന് പ്രത്യേകിച്ച് ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള ചെണ്ടുമല്ലി പൂക്കളും മറ്റു പൂക്കളും പദ്ധതിയിൽ കൃഷി നടത്തിക്കൊണ്ട് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഈ പഞ്ചായത്തിലെ കുടുംബശ്രീ അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടു കൂടി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീരമേഖലയിലും അതിപ്രാധാന്യത്തോടു കൂടി തന്നെയുള്ള വികസന പ്രവർത്തനങ്ങളാണല്ലേ നടപ്പിലാക്കി വരുന്നത്? അതെ, മേലാറ്റൂർ പഞ്ചായത്തിലെ 16 വാർഡുകളിലുള്ള മുഴുവൻ ക്ഷീര കർഷകരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ പുതിയ പശുക്കളെ വാങ്ങുന്നതിനും അവർക്ക് ആവശ്യമായ കാലിത്തീറ്റകളും ധാതു ലവണങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിക്കൊണ്ട് വിരമരുന്നുകളെല്ലാം നൽകിക്കൊണ്ട് ക്ഷീര കർഷകർക്ക് ആവശ്യമായ സഹായം നൽകുന്നു. അതോടൊപ്പം തന്നെ പാൽ സബ്സിഡി, അതുകൂടാതെ ഈ പഞ്ചായത്തിൽ തന്നെ പാല് ഉൽപാദകർക്ക് ആവശ്യമായ രീതിയിലുള്ള 2 ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘങ്ങൾ മുഖേന നമ്മുടെ കൃഷിക്കാർക്ക് ആവശ്യമായ മറ്റു സഹായങ്ങളും നൽകി വരും.
തീർച്ചയായും കാർഷിക മേഖലയിൽ അങ്ങനെ ബൃഹത്തായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെയാണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ കൃഷിക്ക് കാർഷിക മേഖലയ്ക്ക് അതിപ്രാധാന്യം നൽകി വരുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെയാണ് നിങ്ങൾ പരിഹരിച്ചു വരുന്നത്? നമ്മളെ സംബന്ധിച്ച് ഇവിടെ വലിയ രൂപത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലെങ്കിൽ പോലും കാട്ടുപന്നികളുടെ ശല്യം വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഫെൻസിങ്, വേലികൾക്ക് ആവശ്യമായ പദ്ധതി നമ്മൾ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ നമ്മളോട് പങ്കുവച്ചത്. വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് അതിപ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. വന്യജീവി ശല്യത്തിനെല്ലാം തന്നെ ഉത്തമമായിട്ടുള്ള നല്ല രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനെതിരെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഇക്ബാൽ കേൾക്കാമെങ്കിൽ, ഈ പഞ്ചായത്തിന്റെ ഭാഗമായി ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഈ കുടിവെള്ളം എത്രത്തോളം ജനങ്ങളിലേക്ക് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്തിനാകുന്നുണ്ട്? ഒപ്പം തന്നെ പൊതുജലാശയ സംരക്ഷണം എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. വയോജനങ്ങൾക്കായും സ്ത്രീ സുരക്ഷയ്ക്കായും വിവിധ പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. ഒപ്പം തന്നെ മാലിന്യമുക്ത പഞ്ചായത്ത് എന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിനായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന, അതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത്. പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാലാണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. ശ്രീ മുഹമ്മദ് ഇക്ബാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഒരു പുഴ ഈ പഞ്ചായത്തിന്റെ ഭാഗമായി ഒഴുകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുടിവെള്ളം, ശുദ്ധജലം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നടപടികളെല്ലാം തന്നെ ഉണ്ടാകുന്നത്? പൊതുജലാശയ സംരക്ഷണം എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ജലാശയങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ നമ്മുടെ ആരോഗ്യവകുപ്പുമായും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ NSS യൂണിറ്റുമായും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പുഴ മലിനമാകാതിരിക്കാൻ ആവശ്യമായ മേലാറ്റൂർ പഞ്ചായത്തിൽ ഏകദേശം 33ഓളം ബീജികൾ രൂപീകരിച്ച് നമ്മുടെ ഒപ്പം തന്നെ ജലനിധി പദ്ധതി നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സഹായത്തോടു കൂടി ജൽജീവൻ മിഷൻ പദ്ധതിക്ക് ആവശ്യമായ, കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കും. ടാങ്ക് വെക്കാനും മറ്റുള്ള ആവശ്യത്തിനുള്ള സ്ഥലം പഞ്ചായത്തിന്റെ അധീനതയിൽ വാങ്ങുകയും അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തോടുകളെല്ലാം തന്നെ നവീകരിച്ച് അതിന് കയർഭൂവസ്ത്രമെല്ലാം നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ടല്ലോ അല്ലെ? തോടുകൾ നവീകരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പുതിയ രൂപത്തിലുള്ള ഒരു കയർഭൂവസ്ത്രം നിക്ഷേപിച്ചുകൊണ്ട് ഒരു കുളം നിർമ്മാണം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് മേലാറ്റൂർ പഞ്ചായത്താണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള ഏകദേശം 3-4 തോടുകൾ, 4ഓളം തോടുകളുണ്ട്. ഈ തോടുകളെല്ലാം കയർഭൂവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഒരു മഴക്കാലമാണ്. പുഴയുടെ വശങ്ങളിൽ ഏതെങ്കിലും വാർഡുകളുണ്ടോ? ഈ വെള്ളം കയറുന്ന ഏതെങ്കിലും വാർഡുകളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ മഴയെ അത് ചെറുത്തു നിൽപ്പാൻ മലയിടിച്ചിൽ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ തന്നെ അതിനെ സജ്ജീകരിക്കുന്ന, അതിന് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇവിടെ മണ്ണിടിച്ചിലിനുള്ള പ്രത്യേക തരത്തിലുള്ള മലകളൊന്നും ഇല്ലാത്തൊരു പഞ്ചായത്താണ്. എങ്കിൽ പോലും പുഴയുടെ ഇരു കരകളിലുമുള്ള ചില സ്ഥലങ്ങളിലേക്ക് മഴവെള്ളത്തിന്റെ കുത്തൊലിപ്പ് തുടരുന്നുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ പ്രൊട്ടക്ഷൻ സെന്ററുകൾ അഥവാ നമ്മുടെ സ്കൂളുകൾ അതുപോലെ തന്നെ മറ്റു കോളേജുകളെല്ലാം ഈ ആളുകൾക്ക് ഷെൽട്ടറിനായി ഉപയോഗിക്കുന്ന പതിവ് സാധാരണ രീതിയിൽ എല്ലാ വർഷവും നമ്മൾ അതിൽ പരിപാടികൾ ആവിഷ്കരിക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ ഫുഡ്, എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ അവർക്ക് നൽകുകയും അവരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്.
തീർച്ചയായും. ഒപ്പം തന്നെ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗതാഗത മാർഗം ഏറെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ ഈ റോഡ്, ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ എത്തരത്തിലും നവീകരിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. പഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും പരിപൂർണമായിട്ടും ഗതാഗത യോഗ്യമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി നമ്മുടെ ജൽജീവൻ മിഷന്റെ പ്രവൃത്തിയുടെ ഭാഗമായി നമ്മുടെ റോഡുകളുടെ സൈഡ് ഭാഗങ്ങളിൽ കുഴിയെടുക്കുകയും അത് അടിയന്തരമായിട്ട് തന്നെ റിസ്റ്റോർ ചെയ്യാൻ ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഈ വഴിവിളക്കുകളും ക്യാമറകളും എല്ലാം സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? വഴിവിളക്കുകൾ ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ 1500ഓളം സ്ഥലങ്ങളിൽ 1500ഓളം പോയിന്റുകളിൽ നമ്മൾ വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ MLA-യുടെയും മറ്റും സർക്കാരിന്റെയും ആസ്തി ഫണ്ടിൽ നിന്നും ലഭിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഏകദേശം 30ഓളം ഹൈമാസ്റ്റ് ലൈറ്റുകൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ക്യാമറകൾ നമ്മുടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഏകദേശം 2 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ക്യാമറകൾ സ്ഥാപിക്കാൻ ആവശ്യമായ പദ്ധതിക്ക് ഞങ്ങൾ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എടുത്തു പറയേണ്ടത് മറ്റൊന്ന്, മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ടൂറിസം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമുള്ള ഒരു പഞ്ചായത്താണ് മേലാറ്റൂർ പഞ്ചായത്ത്. അവിടെ നമ്മൾ സർക്കാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. ഈ തടയണക്ക് ചുറ്റും നമുക്ക് നല്ലൊരു ടൂറിസം പദ്ധതിക്കുള്ള സാധ്യത, അതിനാവശ്യമായ പദ്ധതികൾ, പ്രപ്പോസലുകൾ നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും അതിന്റെ ഭാവി നടപടികൾക്ക് ആവശ്യമായ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് മാലിന്യ സംസ്കരണ രംഗത്ത് അതിവേഗം മുന്നേറുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ മാലിന്യ സംസ്കരണ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മുടെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി ചെറിയ രീതിയിലാണ് അതിന്റെ പ്രവർത്തനം തുടങ്ങി വെച്ചതെങ്കിൽ പോലും ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കിക്കൊണ്ട് പഞ്ചായത്തിൽ അതിന് തുടക്കം കുറിക്കുകയും, എന്നാൽ കഴിഞ്ഞ 2 വർഷത്തെ പദ്ധതി കാലയളവിൽ നമുക്കൊരു സ്ഥിരമായ സംവിധാനം MCF ഒരുക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുകയും നമ്മുടെ പഞ്ചായത്തിന് തൊട്ടുപുറകിലുള്ള അതിമനോഹരമായ സ്ഥലത്ത് നല്ല ആധുനിക രീതിയിലുള്ള ഒരു MCF സ്ഥാപിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാതിൽപ്പടി സേവനം 100%. നമ്മുടെ 16 വാർഡുകളിലും നമ്മൾ മിനി MCF-കൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 24ഓളം വരുന്ന ഹരിത കർമ്മസേന അംഗങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കുന്നു. ഒരു നഗരവൽകൃത പട്ടണമാണ് മേലാറ്റൂർ പഞ്ചായത്തിന്റെ ആസ്ഥാനം. ധാരാളം കടകളും അതോടൊപ്പം തന്നെ ധാരാളം അജൈവ മാലിന്യങ്ങളും വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്ലേശകരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ MCF-ന്റെ ഹരിതകർമ്മസേന അംഗങ്ങൾ നടത്തുന്നത്. അവർക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ആവശ്യമായ നടപടികളുമായിട്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. 2 വാഹനങ്ങൾ സ്ഥിരം നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുകയും മുഴുവൻ വേസ്റ്റുകളും വളരെ സമയബന്ധിതമായിട്ട് തന്നെ കളക്ട് ചെയ്യാനും അവർക്ക് കഴിയുന്നുണ്ട്. ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ 4ഓളം പേര് നമ്മുടെ ടൗൺ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ പ്രത്യേകം ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ടൗൺ എപ്പോഴും എന്റെ പഞ്ചായത്ത്, എന്റെ ഗ്രാമം വളരെ ശുചിത്വമായ ഒരു പഞ്ചായത്തായിട്ട് കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒറ്റനോട്ടത്തിൽ വിലയിരുത്താനാവുക? ആരോഗ്യ മേഖലയിൽ മേലാറ്റൂർ പഞ്ചായത്തിന്റെ കീഴിൽ 5 സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 5 സബ് സെന്ററുകളിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആവശ്യമായ കുത്തിവെപ്പുകൾ, അവരുടെ ജീവിതശൈലി രോഗങ്ങൾ എന്നിവ പരിഹരിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ പാലിയേറ്റീവ് കെയർ രോഗികൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അവർക്കായിട്ടുള്ള സഹായ ഉപകരണങ്ങളെല്ലാം തന്നെ എത്തിച്ചു നൽകാൻ പഞ്ചായത്തിനാകുന്നുണ്ടോ? അതെ, നമ്മുടെ പഞ്ചായത്തില് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള പാലിയേറ്റീവ് പരിരക്ഷാ പദ്ധതി പഞ്ചായത്തിന്റെ കീഴിൽ നടത്തുന്നുണ്ട്. നമുക്ക് വാടക എടുത്തുകൊണ്ട് തന്നെ വാഹനവും അതില് നമ്മുടെ 16 ആശമാരും നിരന്തരം അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയും മുഴുവൻ വീടുകളിലും രോഗികളെ കാണുകയും അവർക്ക് ആവശ്യമായ പരിചരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് കൂടാതെ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു സ്വകാര്യ പാലിയേറ്റീവ് ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ട്.
ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രാജ്യത്തെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള രോഗികൾക്ക് കൃത്യമായ സേവനം ലഭിക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകത. തീർച്ചയായും അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് ആരോഗ്യരംഗത്ത് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന് പറയാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രത്യേകം പദ്ധതികൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള കട്ടിലുകൾ കഴിഞ്ഞ 5 വർഷമായി നമ്മൾ അവർക്ക് ആവശ്യമായ കട്ടിലുകൾ, അതോടൊപ്പം തന്നെ വാക്കറുകൾ, അതുപോലെ വീൽ ചെയറുകൾ, അത് അവർക്ക് ആവശ്യമായ ഹിയറിംഗ്, ശ്രവണ സഹായി തുടങ്ങിയ എല്ലാം അവരെ പരിശോധിച്ച് ആവശ്യമായ രീതിയിലുള്ള സഹായം പഞ്ചായത്ത് മുഖേന അവർക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം പഞ്ചായത്ത് തലത്തിലുള്ള വയോജന കലോത്സവങ്ങളടക്കം പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നു. വയോജനങ്ങൾക്ക് ആവശ്യമായ മറ്റു സഹായങ്ങൾ, അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ, അതിദരിദ്രരിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് പോഷകാഹാരങ്ങളും അതുപോലെ തന്നെ ഒരു പകൽ വീടും ഇവിടെ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഭിന്നശേഷിക്കാർക്കും ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്തിന് ഒരുക്കാനായിട്ടുണ്ട് അല്ലേ? അതെ, ഭിന്നശേഷി സൗഹൃദ ഒരു പഞ്ചായത്തായിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ പഞ്ചായത്തിൽ വരുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെയും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മുടെ പഞ്ചായത്തിന്റെ അധീനതയിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി പ്രവർത്തിച്ചു വരികയാണ്. അവർക്ക് ആവശ്യമായ കൈത്തൊഴിൽ പഠിക്കാൻ ആവശ്യം പരിശീലനം അടക്കം നൽകിക്കൊണ്ട് അവരുടെ ഒരു വരുമാന മാർഗം എന്ന നിലയിൽ നമ്മൾ സഹായ ഉപകരണങ്ങൾ അടക്കം അവർക്ക് വിതരണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്ക് ആവശ്യമായ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നു. അവർക്ക് ആവശ്യമായ ഉച്ചഭക്ഷണം പഞ്ചായത്തിന്റെ വിവിധ ആളുകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് നേടിക്കൊണ്ട് നമ്മൾ അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഈ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയ പുറമ്പോക്ക് ഭൂമിയിൽ അളന്നു തിട്ടപ്പെടുത്തുകയും അതിൽ സ്വന്തമായി ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് കരുതിയിരിക്കുന്നത്? ഭാവിയിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മാണത്തിന് ആവശ്യമായ പദ്ധതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ 1.5 ഏക്കറോളം വരുന്ന സ്ഥലം നമ്മൾ നിലവിൽ ഒരു ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റേഡിയമായിട്ട്. ആ സ്റ്റേഡിയം കൂടുതൽ ആധുനികവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം പദ്ധതിക്ക് ആവശ്യമായ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ നിലവിലുള്ള ആളുകൾക്ക് ആവശ്യമായതിൽ ഒരു ഓപ്പൺ ജിം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തുടർന്നുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ മേലാറ്റൂരിന്റെ 8ാം വാർഡ് എന്ന സ്ഥിതി ചെയ്യുന്ന ഉച്ചാര നമ്മുടെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥലത്ത് ഏകദേശം 5 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഭാവിയിലേക്ക് പഞ്ചായത്ത് കരുതിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് എന്തൊക്കെ സംഭാവനകളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് അംഗനവാടികൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേകം പിന്നോക്ക വിഭാഗങ്ങൾക്കായും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഏകീകരിച്ചിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പഞ്ചായത്തിന് മാത്രം വിട്ടുകിട്ടിയ 4 സ്ഥാപനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒരു സ്കൂൾ ചെമ്മാണിയോട് GLP സ്കൂളിന് 2.25 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം, വളരെ ഹൈടെക് രീതിയിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുകയും മറ്റു 3 സ്കൂളുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് ആ സ്കൂളുകളുടെ പ്രവർത്തനവും അതിന്റെ ചുറ്റുമതിലുകൾ, അതുപോലെ തന്നെ കുടിവെള്ള സൗകര്യം, അതുപോലെ തന്നെ അതിലെ ക്ലാസ് മുറികൾ, ലൈബ്രറികൾ എല്ലാം വളരെ നല്ല രൂപത്തിൽ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ ഗവൺമെന്റ് വിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികൾ ഇപ്പോൾ ഹൈടെക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അംഗനവാടികൾ മുഴുവൻ ഏകദേശം 27ഓളം വരുന്ന അംഗനവാടികൾ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത്. അതിൽ 25ഓളം പഞ്ചായത്തുകൾ അംഗനവാടികൾ നമ്മൾ ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ സംസ്ഥാനം ഏറെ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ലഹരിക്കെതിരെ വലിയ രീതിയിൽ പോരാടുക എന്നുള്ളത്. അത്തരത്തിൽ ഈ ലഹരി വിരുദ്ധ പദ്ധതികളും പ്രവർത്തനങ്ങളും എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും നമ്മൾ പ്രത്യേകം കുട്ടികളുടെ ഹരിത സഭകൾ വിളിക്കുകയും
ലഹരി വിരുദ്ധ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും അതിനാവശ്യമായ രീതിയിലുള്ള പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ എക്സൈസ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, സ്കൂൾ PTA തുടങ്ങിയവരുടെ സഹായത്തോടു കൂടി നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന ഇത്തരം ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകളും അതോടൊപ്പം തന്നെ അതിനെതിരായുള്ള പ്രവർത്തനങ്ങളും രക്ഷിതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തന്നെ കുടുംബശ്രീ, തൊഴിലുറപ്പ് ഇവയെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് ഒരു തൊഴിൽ സംരംഭങ്ങളെല്ലാം തന്നെ തുടങ്ങാൻ പഞ്ചായത്തിനാവുന്നുണ്ടോ? തൊഴിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങൾ വരുന്ന അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നു. 80ഓളം സംരംഭങ്ങൾ നിലവിൽ നമ്മുടെ കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുകയും 47 കോടി രൂപ ലിങ്കേജ് ലോണായിട്ട് നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി നമ്മൾ അനുവദിക്കുകയും 17 കോടി രൂപയുടെ സംരംഭങ്ങൾ അവർ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൽ ഏകദേശം 525ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രവർത്തിക്കുകയും അവർക്ക് 75% ആളുകൾക്കും നമ്മൾ 100 ദിവസത്തെ തൊഴിൽ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതിന്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മേൽനോട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അവർ കൃഷിക്ക് ആവശ്യമായ കുളങ്ങൾ, അതുപോലെ തന്നെ കോഴി വളർത്താൻ ആവശ്യമായ കോഴിക്കൂടുകൾ, അതുപോലെ കൃഷിക്ക് ആവശ്യമായ ആട്ടിൻകൂടുകൾ, പുതിയ കുളങ്ങൾ എന്നിവ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും മറ്റും ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആവശ്യമായ നമ്മുടെ കയ്യുറ, ഗൺബൂട്ട്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഷീറ്റ്, കുടിവെള്ളം എന്നിവ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി അവർക്ക് നൽകിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കാർഷിക മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകുന്നു. അവർ പ്രത്യേക സ്ഥലങ്ങളിൽ തരിശുകൾ വൃത്തിയാക്കിക്കൊണ്ട് അവിടെ പച്ചക്കറി കൃഷി വിപുലമായ രീതിയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി അവർ നടത്തി വരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാലാണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ പങ്കുവച്ചത്. മാതൃകാപരമായിട്ടുള്ള നേട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ ഇനിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ, നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, താങ്ക് യു. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുവരെ നന്ദി, നമസ്കാരം.